ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് 20% വീട്ടിൽ നിന്നും 80% കോട്ടക്കൽ മൊബൈൽ ഷോപ്പ് ഉണ്ടായിരുന്നു, പ്രോമോപ്സ് എന്ന് പറഞ്ഞിട്ട്. ഫാമിലി ബിസിനസ് ആയിരുന്നു. ഉപ്പ എളാപ്പ പിന്നെ ഓളൊരു അമ്മോന്, ഇവര് 3 പേരുടെ പാർട്ണർഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാർട്ടപ്പിന്റെ ഫസ്റ്റ് ഒരു വർക്ക് സ്പേസ് എന്നുള്ള രീതിയിൽ അവിടെ ചൂസ് ചെയ്യാനുള്ള കാരണം വേറെ ഒന്നുമല്ല. ഈ സമയത്തൊക്കെ ഞാൻ അവിടുത്തെ അക്കൗണ്ട്സും കാര്യങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോപ്പ് നടത്തിയിരുന്ന എൻ്റെ ഫ്രണ്ട് സാബിത്തായിരുന്നു. സ്റ്റാർട്ടപ്പിന്റെ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുമ്പോഴും എനിക്ക് സജഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യും, സാബിത്തിനോട് ചോദിക്കും. ഞാൻ അഡ്രസ് ആയിട്ട് എന്ത് ചെയ്തു, മൊബൈൽ ഷോപ്പിന്റെ അഡ്രസ്സ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഈ മൊബൈൽ ഷോപ്പിന്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്തു, എൻ്റെ ചെറിയൊരു വർക്ക് സ്പേസും കൂടെ സെറ്റപ്പ് ചെയ്തു, ചെറിയൊരു പാർട്ടീഷൻ രീതിയിൽ. ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഒരു വർക്ക് സ്പേസ് എന്ന് പറയാം, ഫിസിക്കൽ വർക്ക് സ്പേസ് എന്ന് പറയാം. ഇങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞ ആ ഒരു വെബ്സൈറ്റിന്റെ പ്രൊജക്ട് വന്നത് എനിക്ക്. ഈ വെബ്സൈറ്റ് വരുമ്പോൾ എൻ്റെ ഫിസിക്കൽ അഡ്രസ് എന്ന് പറയുന്നത് മൊബൈൽ ഷോപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പാർട്ടീഷൻ ഏരിയയിലാണ് നമ്മൾ വർക്ക് സ്പേസ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം ക്ലയന്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേറൊരു വർക്ക് സ്പേസ്, സ്വന്തമായിട്ടുള്ളൊരു വർക്ക് സ്പേസ് ചിന്തിച്ചു തുടങ്ങിയത്, ഒരു ഓഫീസ് തുടങ്ങാന്നുള്ളത്. ഈ പ്രോമോബ്സ് എന്നുള്ള പേരും പ്രോക്കോറൊക്കെ ഒരു കണക്ഷൻ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 2018 പ്രോമോബ്സ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവരൊരു പേര് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെ ഒരു ബ്രാൻഡ് നെയിം ചൂസ് ചെയ്തതാണ് പ്രോമോബ്സ് എന്നുള്ളത്. അന്ന് അത് മീൻ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോ എന്നുള്ളത് അഡ്വാൻസ്ഡ് എന്നുള്ളതും മൊബൈൽസിന്റെ മോബ് എന്നുള്ള രീതിയിൽ ഷോർട്ട് കട്ട് എന്ന രീതിയിൽ എന്തായത് മോബ്സ് എന്നും കൊടുത്തു. അങ്ങനെ പ്രോമോബ്സ് എന്നാക്കി. അത്ര ചിന്തിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അന്ന് ആ ഒരു പ്രോമോബ്സ് എന്നുള്ള പേരിട്ടുണ്ടായത്. അപ്പൊ അന്നൊന്നും ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഇനിയിപ്പോൾ എനിക്കൊരു ഓൺ ബ്രാൻഡിൽ ഇത് കണക്ട് ചെയ്തുകാണ്ട് ഇങ്ങനെ ഒരു സംഭവം ഇനിയിപ്പോൾ ചെയ്യേണ്ടി വരും എന്നുള്ളതൊക്കെ. അങ്ങനെ ഈ പ്രോക്കോറിന്റെ പേരുന്ന സമയത്ത് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോമോബ്സിലേക്കായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രോ എന്നുള്ളൊരു ഒരു ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്ന രീതിയിലാണ് അങ്ങനെ പ്രോമോബ്സ്, പ്രോക്കോർ, പിന്നീട് വേറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ അടുത്ത എപ്പിസോഡ് നമുക്ക് ചർച്ച ചെയ്യാം. ഏതായാലും ഓഫീസിന്റെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു തുടങ്ങി. അത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയത്. നല്ലൊരു സ്പേസ് നോക്കണം, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റെന്റും കാര്യങ്ങളൊക്കെ പേ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാവണം, അങ്ങനത്തെ ഒരു ബിൽഡിംഗ് ഒക്കെ ഏരിയ കിട്ടണം എന്നുള്ളത്. എന്നാലോ ആളുകൾക്ക് കസ്റ്റമർ വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആക്സസിബിൾ ആവുന്ന ഒരു വർക്ക് സ്പേസ് ആവണം എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഏതായാലും കുറെ അറിഞ്ഞ് തിരിഞ്ഞ് ലാസ്റ്റ് ഫൈനലി ഒരു സ്പേസ് കിട്ടി. അപ്പോൾ ഓഫീസ് സ്പേസ് ആയതുകൊണ്ട് മാത്രമായില്ല, ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഓഫീസിലൊക്കെ ഇനീഷ്യൽ സെറ്റപ്പ് കാര്യങ്ങൾ ചെയ്യണം, ഒരു ഓഫീസിനെ ചെറിയ ലുക്കെങ്കിലും ആക്കണം, അതായത് ചെറിയ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചു. പിന്നെ അതേപോലെ സിസ്റ്റം കാര്യങ്ങളൊക്കെ വാങ്ങണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചു തുടങ്ങി. നിങ്ങളുടെ ചിന്തകളൊക്കെ ലാസ്റ്റ് ചെന്നെത്തിയത് ഇതൊക്കെ റെഡിയാണ്, ഓക്കെ, ഇങ്ങനെ സ്ഥലം കണ്ടെത്തി ഇങ്ങനെ വാങ്ങാന്നുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇനി വേണ്ടത് ഫണ്ടാണ്. അപ്പോൾ ഞാൻ ഉപ്പാട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഉപ്പ എനിക്കിത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടായിരുന്ന ഫണ്ടും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഉപ്പ തന്ന ഫണ്ടും വെച്ച് ഞാൻ എന്ത് ചെയ്തു, ഓഫീസും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ സെറ്റപ്പ് ചെയ്തു. പിന്നെ ഒരു സിസ്റ്റം കാര്യങ്ങളൊക്കെ വാങ്ങി, അതും സെറ്റപ്പ് ചെയ്തു. അങ്ങനെ ഇനാഗുറേഷൻ ഒക്കെ കഴിഞ്ഞു. അതാണ് അന്നത്തെ ഇനാഗുറേഷൻ ക്ലിപ്പും കാര്യങ്ങളൊക്കെ. ഇനി അങ്ങോട്ട് ഓഫീസ് സെറ്റപ്പ് ആയതിനു ശേഷമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. അപ്പൊ അതുവരേക്കും